യേശു ക്രിസ്തു ന്യായാധിപനാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. ക്രിസ്തു തന്നെ ന്യായാധിപൻ, അത് ഖുർആനും പറയുന്നു. അത് തന്നെയാണ് മതങ്ങൾ സമ്മതിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ന്യായാധിപനാണ്. മശിയ ന്യായാധിപനായി വരുമെന്നാണ് യഹൂദന്മാർ സമ്മതിക്കുന്നത്. ഇങ്ങനെ വരുന്ന കർത്താവ് തന്നെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. യോഹന്നാൻ 5:22, 22, 23, 24 വാക്യങ്ങൾ. ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഈ പുത്രനായ യേശു ക്രിസ്തുവാണ് നമ്മെ ന്യായം വിധിക്കുന്നത്. ന്യായം വിധിക്കുമ്പോൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് ഒരു കാര്യം, നിയമാവസരം കർത്താവായ യേശു ലോകത്തിൽ വന്നു, ക്രൂശിൽ മരിച്ചു. സമയപരിമിതി കൊണ്ട് ഞാൻ വെട്ടിച്ചുരുക്കി വിടുകയാണ്. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ജീവിച്ചു. ഈ സുവിശേഷം നീ എത്രയോ വട്ടം കേട്ടു, എത്രയോ തവണ ഇവിടെ വെച്ച്, നാട്ടിൽ വന്ന്, അവിടെ വെച്ച്, ഇവിടെ വെച്ച്, എവിടെയും കേട്ടു. പക്ഷേ രക്ഷിക്കപ്പെട്ടില്ല. ഇത് കഴിഞ്ഞ് നീ അന്തിമമായി ന്യായവിധിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കേൾക്കാൻ പോകുന്ന ഭയാനകമായ ശബ്ദമാണ്, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇതുവരെ അവൻ രക്ഷിതാവാണ്, ഇപ്പോൾ അവൻ ന്യായാധിപനാണ്. അവിടെ കോഴ കൊടുക്കാനൊക്കെയില്ല, ശുപാർശയില്ല. ഇവൻ നീതിമാനായ ന്യായാധിപനാണ്. മരിച്ചവർ ആബാലവൃദ്ധം അവിടെ നിൽക്കുന്ന കാണാം. എല്ലാവരെയും ന്യായം വിധിക്കും. പണ്ഡിതവര്യനായ പൗലോസ് അഥേനയെ പ്രസംഗിക്കുമ്പോൾ ദാർശനികന്മാരായ സ്റ്റോയിക്കുകളും എപ്പിക്കൂരിയനും ചോദിച്ചു, പൗലോസ് എങ്ങനെയാണ് ന്യായവിധി നടക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അതിനൊരു ദിവസമുണ്ട്, ആ നിശ്ചിതമായ ദിവസമുണ്ട്, ആ നിശ്ചിത ദിവസത്തിൽ ന്യായവിധിയുണ്ട്. എങ്ങനെയാണ് ന്യായവിധി നടക്കുന്നത്? മരിച്ചവരുടെ പുനരുത്ഥാനമുണ്ട്, അതുകൊണ്ട് ന്യായവിധി തീർച്ചയാണ്. അതെങ്ങനെ അറിയാം? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതിനാൽ അതിന് ഉറപ്പ് വരുത്തിയിരിക്കുന്നു. പൗലോസിന്റെ പ്രഖ്യാപനം, മരിച്ചവർ ആബാലവൃദ്ധം അവിടെ നിൽക്കും, ന്യായം വിധിക്കും. ആ ന്യായവിധി ദിവസത്തിൽ നിന്നോട് കൂടുതൽ ചോദിക്കേണ്ടതില്ല, അവനവൻ്റെ പാപത്തിനെല്ലാം ശിക്ഷയുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഇന്ന് പാപങ്ങൾ വെറുതെ മോചിച്ചു കൊടുക്കുന്നവനാണ്. ഇല്ലാതെ പോയാൽ നീ ചെയ്തു കൂട്ടിയ പാപമുണ്ടല്ലോ, അതിനല്ല നീ നരകത്തിൽ പോകുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തതിനാൽ നീ പാപം ചെയ്തതിന് ശിക്ഷയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരുത്തൻ പാപം ചെയ്താൽ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചതിനാൽ ഇനി ബൈബിൾ അനുസരിച്ച് ഒരു പാപിയെ നരകത്തിലേക്ക് വിധിക്കാൻ യേശു ക്രിസ്തുവിന്, ദൈവത്തിന് അധികാരമില്ല. ആ പാപിയെ നോക്കി നീ പാപിയായതുകൊണ്ട് നരകത്തിലേക്ക് പോകണം എന്ന് പറയുന്നുവെങ്കിൽ ആ ദൈവത്തെ മുഷ്ടി ചുരുട്ടിയിരിക്കാൻ ഞാൻ കൂട്ടാക്കുകയില്ല. എന്നാൽ അതല്ല ബൈബിൾ പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു പാപങ്ങളെ മോചിക്കുന്നവനാണ്. യേശു ക്രിസ്തുവിനെ ധിക്കരിക്കുന്നതാണ് നിന്റെ മേലുള്ള കുറ്റം. യേശു ക്രിസ്തുവിനെ ധിക്കരിക്കുക, എവിടെയായാലും ഏത് മതമായാലും യേശു ക്രിസ്തുവിനെ മനഃപൂർവ്വമായി തിരസ്കരിക്കുക. അതിന് വളരെ വിശദീകരിക്കാതെ 3 ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. നിങ്ങൾ പുറപ്പാട് പുസ്തകം വായിക്കുക.